ഹായ് ഗൈസ്, നിങ്ങളെല്ലാവരും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു വാർത്ത കേട്ട് കാണും. അതായത് ചൈന ഇന്ത്യയുടെ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് 2 പുതിയ രാജ്യമായി അത് ഡിക്ലെയർ ചെയ്തു എന്ന്. അപ്പോൾ ഈ ഒരു ന്യൂസ് എത്രമാത്രം വാസ്തവമുള്ളതാന്ന് ചോദിച്ചാൽ 100% സത്യം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ എല്ലാ ന്യൂസിന്റെയും ഹെഡ്ലൈൻ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് ഇന്ത്യയുടെ സ്ഥലം അത് മൊത്തമായിട്ടും പിടിച്ചെടുത്തുകൊണ്ട് 2 പുതിയ രാജ്യങ്ങളായിട്ട് മാറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണിത്? അതായത് ഇന്ത്യൻ സൈന്യം നോക്കി നിൽക്കുവായിരുന്നോ? അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ, അതായത് 1962 അന്ന് ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന അതേ സമയത്ത് നമ്മൾ ചൈനയുടെ കൂടെ യുദ്ധം നടത്തി ആ ഒരു യുദ്ധം തോറ്റ ഒരു സംഭവമാണ് അക്സൈ ചിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ജമ്മു കാശ്മീരിന്റെ പകുതി സ്ഥലത്തോളം പോക്ക് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഇനി കുറച്ച് സ്ഥലം ചൈന മൊത്തമായിട്ടും അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ബാക്കി ജമ്മു കാശ്മീർ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടത് 1962 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അപ്പോൾ ചൈന പിടിച്ചെടുത്തതാണ്. അന്ന് ജവഹർലാൽ നെഹ്റുയുടെ പല മിസ്റ്റേക്സ് കാരണമാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടത്. അന്ന് നെഹ്റു പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അത് ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത ആ സ്ഥലം നമുക്കെന്തിനാ ചൈന പിടിച്ചെടുത്തോട്ടെ എന്ന് ഒരു ലതാർജിക് ആയിട്ടൊരു മറുപടിയും കൂടിയാണ് അന്ന് ജവഹർലാൽ നെഹ്റു കൊടുത്തത്. ഇന്നും ജവഹർലാൽ നെഹ്റുയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ക്രിറ്റിസിസം നേരിടുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചൈന ഇവിടെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളായി മാറ്റാനുള്ള പ്രധാന കാരണം എന്താ നമുക്ക് നോക്കാം. 2019 നമ്മൾ 2 പ്രദേശമായി നമ്മൾ മാറ്റി. അതായത് ഈ ചൈനയുടെ കൺട്രോളിലുള്ള ഈ സ്ഥലവും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കൺട്രോളിലുള്ള ആ സ്ഥലവും രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 2 സ്ഥലങ്ങളും നമ്മൾ 2 യൂണിയൻ പ്രദേശങ്ങളായി മാറ്റി. ഒന്ന് ജമ്മു, ലഡാക്ക് എന്ന് പറയുന്ന ആ 2 യൂണിയൻ പ്രദേശങ്ങളായി മാറ്റിയതിനു ശേഷം അവിടെ നമ്മൾ ഈ വട്ടം ഇലക്ഷൻ നടത്തി. അപ്പോൾ ഇങ്ങനൊരു ഇലക്ഷൻ നടക്കുകയും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു കൃത്യമായ ഇൻഡിക്കേഷനാണ്. അതായത് ഇന്ത്യ എത്രയും പെട്ടെന്ന് ഇപ്പോക്ക് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ അതും ചൈനയ്ക്ക് നഷ്ടപ്പെടരുത് എന്ന് ചൈനയ്ക്ക് നല്ല രീതിയിൽ ബോധമുണ്ട്. കാരണം ചൈനയ്ക്കും പാകിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് കണക്ടിവിറ്റി പല കാര്യത്തിലും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആയിക്കോട്ടെ എല്ലാം കൂടെ നമ്മുടെ സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൺസ് ഇന്ത്യ അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് കട്ട് ചെയ്യും. പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ആ ലൈൻ എല്ലാം കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കൂടെ ചേർക്കുമെന്നറിയാം. ഇത് ചൈനയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണെന്നും അറിയാം. ഇതുകൊണ്ട് തന്നെയാണ് ചൈന ഇതിനെ ശക്തമായി എതിർത്തത്. 2019 നമ്മുടെ രാജ്യത്ത് നമ്മൾ 2 രാജ്യങ്ങൾ, അതായത് നമ്മൾ 2 യൂണിയൻ ടെറിട്ടറിയായി മാറ്റിയ ഇതേ സംഭവം ചൈന UN വരെ റേസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജമ്മുവിൽ നമ്മളും ലിത്യം കണ്ടെത്തി എന്ന് നമ്മൾ പറഞ്ഞ ഒരു ന്യൂസ് എല്ലാം വന്നിരുന്നല്ലോ. അപ്പോൾ ചൈനയുടെ ഇപ്പോഴത്തെ പുതിയ റിസർച്ച് അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഒരു സ്ഥലത്ത് കുറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഹൈ റിസോഴ്സ്ഫുൾ സംഭവങ്ങൾ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ഇവിടെ കൃത്യമായ ഒരു റിസർച്ച് എല്ലാം നടത്തുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇപ്പോൾ റീസെന്റ് ആയി ഗോൾഡ് കിട്ടിയെന്നെല്ലാം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇവിടെ നിന്നും നല്ല വാല്യുബിൾ ആയ മെറ്റൽ ഇവിടുന്ന് കിട്ടാൻ സാധ്യമുണ്ട് എന്ന് ചൈനയ്ക്ക് നല്ല രീതിയിൽ വ്യക്തമാണ്. ഇത് ഒന്നാമത്തെ കാരണമായി ചൈന ഇപ്പോൾ 2 രാജ്യമായി ചൈനയുടെ പ്രധാന ലക്ഷ്യവും ഇത് തന്നെയാണ്. രണ്ടാമത്തത്, ഇൻ കേസ് അതായത് നാളെ പോക്കും കൂടെ നമ്മുടെ കൺട്രോളിലോട്ട് വരികയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് നമ്മൾ എന്തായാലും അക്ഷയ് ചിന്നാണ്. അപ്പോൾ ഈ അക്ഷയ് ചിൻ എന്ന് പറയുന്നത് അതായത് അത്രമാത്രം എളുപ്പത്തിൽ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പോൾ അക്ഷയ് ചിന്നാണ് നമുക്കറിയാം. അപ്പോൾ അക്ഷയ് ചിൻ അത്രമാത്രം എളുപ്പത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. കൂടുതലും മലകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ആർമി ഓഫീസേഴ്സിന് അത്രമാത്രം വലിയൊരു തലവേദനയുള്ള സ്ഥലം തന്നെയാണ് ഈ അക്ഷയ് ചിൻ. ഇതിന്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് തോൽക്കുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ഥലം കൂടെ ടാർഗറ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ചൈനയുടെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഒരു ഉറച്ച നിലപാട് എടുക്കാൻ വേണ്ടിയാണ് ചൈന ഇത് രണ്ടാമത്തെ ചെയ്യുന്നത്. ഇനി മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുത്തു നോക്ക്. നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്? ഒറ്റ രാജ്യം, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം. ഇതിലൊരു 28 സ്റ്റേറ്റ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ അതായത് കുറെ ഡിസ്ട്രിക്റ്റ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. എന്നാൽ നേരെ മറിച്ച് ചൈനയുടെ സിസ്റ്റം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റേറ്റോ അങ്ങനെയൊന്നുമില്ല. അതായത് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പ്രോവിൻസ് എന്ന് പറയും. ഈ പ്രോവിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്ഥലം ഈ ഒരു ഇപ്പോൾ നോർത്ത് പ്രോവിൻസ്, സൗത്ത് പ്രോവിൻസ്, ഇങ്ങനെയാണ് ചൈന കൂടുതലായിട്ടും വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ കൺട്രി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് എങ്ങനെയാണോ അതേ രീതിയിലാണ് അവിടെ കൺട്രി അല്ലെങ്കിൽ കൗണ്ടി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കൺട്രി ആയിട്ട് അവർ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിനെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഈ അക്ഷയ് ചിന്നിനെ 2 ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടെന്നാണ് ഒന്ന്, ചൈനയ്ക്ക് ഇവിടെ അതായത് അവരുടെ കൂടുതലായിട്ടും പോപ്പുലേഷൻ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത്, ഇങ്ങനെ 2 രാജ്യമായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഫണ്ടിങ് ചൈനയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ബീജിംഗിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അതായത് ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മറ്റ് സ്ഥലത്തോട്ട് കൊടുക്കുന്ന അതേ ഫണ്ടിങ് ഇവിടെയും കൊടുത്ത് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കൂടുതൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം. മൂന്നാമത്തത്, എല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ചൈനയുടെ ആർമി സ്ട്രോങ് ആവും എന്നറിയാം. അതായത് ഇൻ കേസ് നാളെ ഇന്ത്യ ഇതിനെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ചൈനയ്ക്ക് ഇത് അതായത് ഈ അവിടെ അത്ര എളുപ്പത്തിൽ ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ചൈനയുടെ ഫുൾ ഫോഴ്സിനെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും എന്നറിയാം. പക്ഷെ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് എത്രമാത്രം വലിയൊരു ടാസ്ക് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിന് ചൈനയുടെ പകുതി ശക്തി പോലും പാകിസ്ഥാൻ്റെ അടുത്തില്ല. എന്നിട്ടും പാകിസ്ഥാന്റെ കയ്യിലുള്ള അതായത് ഈ കാശ്മീർ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നു എന്നല്ലാണ്ട് പിടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ചൈനയുമായിട്ട് ഈ ഒരു സ്ഥലം പിടിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു യുദ്ധത്തിലോട്ടാണ്. അത് നമ്മൾ അതായത് ഈ ചൈനയുടെ ഈ ബോർഡർ റൂട്ട് നമ്മൾ അവസാനം വരെ അങ്ങോട്ട് യുദ്ധം ചെയ്ത് പോകണം. അത് വലിയൊരു ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ്. ഇതും വലിയൊരു കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല, ചൈനയ്ക്ക് മറ്റൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ റീസെന്റ് ആയിട്ട് ചൈന ഒരു വലിയ ഡാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ജിയോ പൊളിറ്റിക്സ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യ കൗണ്ടർ പാത്ത് ആയിട്ട് ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായി അത് അനൗൺസും കൂടെ ചെയ്തു. അപ്പോൾ എല്ലാ രീതിയിലും ചൈനയ്ക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചൈനയും ആക്റ്റീവാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചൈന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്?